വിലാപയാത്ര അത് കഴക്കൂട്ടത്തേക്ക് എത്തുകയാണ്. ജാസി പാടി നിർത്തിയ പോലെ മറക്കില്ല ഒരിക്കലും എന്ന പാടി നിർത്തിയ പോലെ തന്നെ ആ ജനക്കൂട്ടവും പറയുന്നത് വി എസിന് ഒരിക്കലും മറക്കില്ല എന്നാണ്. അവർ ഇപ്പോഴും വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് വിളിക്കുന്നത്. വി എസ് നേരത്തെ ജനകീയ വേദികളിൽ എത്തുമ്പോൾ, വി എസ് തെരഞ്ഞെടുപ്പ് വേദികളിൽ എത്തുമ്പോഴൊക്കെ ആവേശത്തോടെ നമ്മൾ ആ മുദ്രാവാക്യം വിളി കേട്ടതാണ്. അത് വെറുതെ വിളിച്ച മുദ്രാവാക്യമായിരുന്നില്ല, ആവേശം കൊണ്ട് വിളിച്ച മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് വി എസിന് എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു അവരുടെ നെഞ്ചിൽ എന്നതിൻ്റെ സാക്ഷ്യമായി മാറിയ മുദ്രാവാക്യമായിരുന്നു. അതേ മുദ്രാവാക്യം വിളികൾ ഇപ്പോൾ ഈ വഴിയിലുടനീളം മുഴങ്ങുന്നുണ്ട്. കഴക്കൂട്ടത്തെത്തുമ്പോഴും സമാനമാണ് സ്ഥിതി. ആൾക്കൂട്ടം അവിടെയും തിങ്ങിയാർക്കുന്നുണ്ട് വി എസിനെ അവസാനമായി ഒരു വട്ടം കാണാൻ. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കഴക്കൂട്ടത്തെന്ന്. അലക്സ്, റോഡരികിൽ ഇപ്പോഴും ജനക്കൂട്ടമുണ്ട്, അവർ വി എസിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കഴക്കൂട്ടത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് അലക്സ്? ഉന്മേഷ, ഈ വാഹനവ്യൂഹം, അതായത് വി എസിന്റെ മൃതദേഹമുള്ള വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനവ്യൂഹം ഇപ്പോൾ കാര്യവട്ടത്തേക്കാണ് എത്തുന്നത്. കാര്യവട്ടത്തേക്ക് വലിയ ജനപങ്കാളിത്തമുണ്ട്, വലിയ രീതിയിൽ ജനസഞ്ചയമുണ്ട്, വലിയ ആളുകളുടെ പങ്കാളിത്തം കാര്യവട്ടത്ത് തന്നെയുണ്ട്. കാര്യവട്ടം കഴിഞ്ഞതിന് ശേഷമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ഒരുപക്ഷെ അതൊരു ജനസാഗരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ വഴിയിലുടനീളം ഈ വിലാപയാത്ര ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദനം നേരാൻ പ്രവർത്തകർ, CPM പ്രവർത്തകർ, ഒപ്പം വി എസിനെ ഇഷ്ടപ്പെടുന്നവർ, വി എസിനെ സ്നേഹിക്കുന്നവർ, രാഷ്ട്രീയ ഭേദമന്യേ പ്രായഭേദമന്യേ ഇവിടെ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉന്മേഷ ഏതാണ്ട് ഒരു 2:15 മണിക്ക് ഈ നമ്മുടെ ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച യാത്രയാണിത്. ആ യാത്ര ഈ സമയം വരെ 7 മണിയാകുമ്പോൾ, അതായത് 5 മണിക്കൂർ പിന്നിടാൻ ഇനി ഒരു 10-15 മിനിറ്റ് കൂടിയാണ് ബാക്കി. കാര്യവട്ടത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്ര കണ്ട് ജനസഞ്ചയം ഇതിനൊപ്പം അണിചേരുന്നുണ്ട്. വലിയ വാഹനങ്ങളുടെ അകമ്പടിയുണ്ട്, ജനങ്ങളുടെ അകമ്പടിയുണ്ട്. ഒരു ചെറിയ സ്പീഡ് ഈ യാത്രയ്ക്ക് ഉണ്ടായത് അല്പം മുമ്പ് മാത്രമാണ് ചെറിയൊരു വേഗത ഇതിന് കൈവരിക്കാനായത്. കാരണം അതിങ്ങനെ പോയാൽ ഒരുപക്ഷെ നാളെ പുലരുമ്പോൾ പോലും ആലപ്പുഴയിൽ എത്തില്ല എന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട്. അത്തരത്തിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി, മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തിറങ്ങി അതിനെ നിയന്ത്രിക്കുന്നത്, MP ജയരാജൻ അതിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ വാഹനങ്ങളെ കയറ്റിവിടുകയും വാഹനങ്ങൾ വേഗതയിൽ പോകുമെന്ന് പ്രവർത്തകരോട് അറിയിക്കുകയും ഈ ബസ്സിന് മുന്നിൽ നിന്ന പ്രവർത്തകരോട് ഒതുങ്ങി മാറി മുദ്രാവാക്യം വിളി തുടരാൻ ആവശ്യപ്പെടുന്നതുമൊക്കെ കണ്ടു. അത്തരത്തിൽ പാർട്ടിയുടെ ഒരു ഇടപെടൽ കൂടിയുണ്ട്. ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനി ചിലയിടങ്ങളിൽ എന്താണെങ്കിലും വേഗത പ്രതീക്ഷിക്കാം. സ്വാഭാവികമായി ഈ കൂടി നിൽക്കുന്ന, ഈ തങ്ങി നിൽക്കുന്ന ആളുകൾ വിട്ടുപോകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള കാര്യവട്ടം വരെയുള്ള അനുഭവം. കഴക്കൂട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ അനുഭവത്തിന് തറക്കല്ലിടുന്നത് പോലെ ആയിപ്പോവും. കഴക്കൂട്ടത്ത് അത്ര കണ്ട് ജനസാഗരം അവിടെ അണിനിരന്നിട്ടുണ്ട്. ഇതിൽ ഒരു പോരാളിയെ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, തങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ തങ്ങൾക്കൊപ്പം നിന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ വിപ്ലവ വീര്യമുള്ള ഒരു പോരാളിയെ കാണാനുള്ള, ആ പോരാളിയെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ജനങ്ങളുടെ ഒടുവിലത്തെ അഭിവാഞ്ജയാണ്, ഒടുവിലത്തെ ആഗ്രഹമാണ് അവർ ഈ കാണിക്കുന്നത്. വീടുകളിൽ നിന്ന് വീട്ടമ്മമാരൊക്കെ പുറത്തേക്കിറങ്ങി അവർ കയ്യിൽ കുറച്ച് പുഷ്പവുമായി കാത്തു നിൽക്കുന്നുണ്ട്, കുറച്ച് ചെമ്പനീർ പൂവുമായി കാത്തു നിൽക്കുന്നുണ്ട്, കുറച്ച് രക്തപുഷ്പവുമായി അവർ കാത്തു നിൽക്കുന്നുണ്ട്. വി എസിനെ ഒന്ന് കാണണം എന്നാണ് അവർ പറയുന്നത്. പലരും വൈകാരികമായി പ്രതികരിക്കുന്നത് കണ്ടു. അമ്മമാർ, അതുപോലെ മുത്തശ്ശിമാർ, പെങ്ങന്മാർ, അങ്ങനെ നിരവധി ആളുകൾ അതിവൈകാരികമായി വി എസിനെ പറ്റി പറയുന്നത് കണ്ടു. അവരുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വി എസ് ഒരു ഭാഗമായി, വി എസ് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലിന്റെ ഫലം തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താവായിരുന്നു താനെന്നോ എന്ന ബോധ്യത്തിന്റെ പുറത്താണ് അത്തരത്തിൽ ആ വലിയ ജനസഞ്ചയം അവിടെ അങ്ങനെ അണിചേർന്ന് വി എസിനായി മുദ്രാവാക്യം ഉയർത്തുന്നത്. തൊണ്ട പൊട്ടുമാറ് കണ്ണേ കരളെ എന്നവരുടെ ഒരേ ഒരു നേതാവിനെ അവർ മുദ്രാവാക്യം വിളിച്ച് അവരുടെ ഈ അവസാന യാത്ര, നേതാവിന്റെ അവസാന യാത്രയ്ക്കൊപ്പം അനുഗമിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി അങ്ങോട്ട് ഈ ജനസഞ്ചയം ഇങ്ങനെ കൂടും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, അങ്ങനെയാണ് അറിയാൻ കഴിയുന്നതും. ഉന്മേഷം നേരത്തെ സൂചിപ്പിച്ചു, 46-ലെ വി എസിന്റെ പോരാട്ടത്തിന്റെ കഥ നമ്മൾ ഓർപ്പിച്ചു. പുന്നപ്ര വയലാർ സമരകാലത്ത് വി എസിന്റെ ഇടപെടലിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അക്കാലത്ത് വി എസ് പിന്നിൽ നിന്നായിരുന്നു പുന്നപ്ര വയലാർ സമരത്തിന് സംഘാടകത്വം ഏറ്റെടുത്ത് നടത്തിയത്. വി എസിനെ അതിനുശേഷം വി എസിനെ പിടികൂടുന്നു, കോട്ടയത്ത് നിന്ന് വി എസിനെ പിടികൂടുന്നു.
പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് വി എസ് പാത്രമാകുന്നു. പോലീസ് തല്ലിയും അടിച്ചും ചതച്ചും ക്രൂരമർദ്ദനം വി എസിനെ ഏൽപ്പിക്കുന്നുണ്ട്. 23 വയസ്സേ വി എസിന് അന്ന് പ്രായമുള്ളൂ. കൊടിയ മർദ്ദനം ഏറ്റിട്ടും തങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റു സഖാക്കളെ ഒറ്റിക്കൊടുക്കാൻ വി എസ് തയ്യാറാകുന്നില്ല. പാർട്ടിയുടെ രഹസ്യങ്ങൾ പറയാൻ, സമരത്തിന്റെ രഹസ്യങ്ങൾ പോലീസിനോട് ആശയവിനിമയം നടത്താൻ വി എസ് തയ്യാറാകുന്നില്ല. തുടർന്ന് കാലിന്റെ വെള്ളയിൽ വി എസിനെ പൊതിരെ അടിക്കുന്നതായി വി എസ് തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിച്ച് അവശനാക്കി അതിലും തളരില്ല എന്ന് കണ്ടതിൽ പിന്നെയാണ് ഈ തോക്കിന്റെ ബയണറ്റ് വി എസിന്റെ കാലിലേക്ക് കുത്തി ഇറക്കുന്നത്. അങ്ങനെ മൃതപ്രാണനായി രക്തമൊലിപ്പിച്ച വി എസിനെ പോലീസ് ജീപ്പിൽ കുറ്റിക്കാട്ടിൽ കൊണ്ട് തള്ളാനായുള്ള യാത്രക്കിടെയാണ് കള്ളൻ കോലപ്പൻ ഒരു ഞെരക്കം കേട്ടു പറയുന്നത്, സാർ ഇയാൾ മരിച്ചിട്ടില്ല. ആ മരിക്കാത്ത ആ വ്യക്തി, ആ വിപ്ലവ വീര്യമാണ്, ആ ദ്വയാക്ഷരിയാണ് വി എസ്. പിന്നീട് ചരിത്രമായി മാറിയ വി എസിന്റെ ആ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ വി എസ് അതിനുശേഷം ഏതാണ്ടൊരു 4 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. 52-ൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. 54-ലാകട്ടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് 56-ൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 59-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി. 64-ലാണ് CPI-യുടെ ദേശീയ കൗൺസിൽ പിളർന്ന് CPM രൂപീകൃതമാകുന്നത്. അങ്ങനെയാണ് അവിടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി. ആ 32 പേരിൽ CPM-ന്റെ സ്ഥാപക നേതാക്കളായ ശരിയാണ് അലക്സ്. അങ്ങനെ നന്നേ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ചേർന്നതാണ് വി എസ്. അന്ന് തുടങ്ങിയ സമര പോരാട്ടമാണ് അത് അവസാന നാളുകൾ വരെയും തുടർന്നു.